പമ്പാനദി തീരത്ത് മഹാഭാരത ബന്ധത്തിനും കേരള വാസ്തുവിദ്യയ്ക്കും വള്ളസദ്യ ബിരുദിനും പേരുകേട്ട ഒരു ക്ഷേത്രമാണ് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ടയിലെ ആറന്മുള എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ആറുമുള കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിൽ ദേവന്റെ വിഗ്രഹം പമ്പയാറ്റിൽ കൂടി കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പാർത്ഥസാരഥി രൂപത്തിലാണ് ഇവിടെ ദർശനം നൽകുന്നത്. സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യത്തിനും മഹാഭാരതവുമായിട്ടുള്ള ബന്ധത്തിനും ഈ ക്ഷേത്രം വളരെയേറെ പ്രസിദ്ധമാണ്. പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഒന്നാണ് എന്നുള്ള ഐതിഹ്യവും ഉണ്ട് ഈ ക്ഷേത്രത്തിന്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പല രംഗങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കൽത്തൂണുകളിലും ഗോപുരങ്ങളിലൊക്കെ കൊത്തുവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ കൽത്തൂണുകളാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിനുള്ളിലും ഇതുപോലെ കൽത്തൂണുകളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള കൽത്തൂണുകൾ അതുപോലുള്ള നിർമ്മിതിയാണ് ഇതിൻ്റെ അകത്തും ക്ഷേത്രത്തിൻ്റെ അകത്തും ഉള്ളത്. ഇവിടെ എല്ലാം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ക്ഷേത്ര തിരുമുറ്റമാണ് ഇത്. ഇവിടാണ് കല്യാണവും അതുപോലെ തുലാഭാരവും ഒക്കെ നടത്തുന്നത്. ഇത് ക്ഷേത്ര ഓഡിറ്റോറിയമാണ്. ക്ഷേത്രത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ഇവിടാണ് അരങ്ങേറുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുകൂടെ വലം വെച്ച് നടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ഗോപുരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കവാടങ്ങൾ, ഉയരം കൂടിയ 2 കൽവിളക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ബലരാമന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തി സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പമ്പാ നദിയിലേക്ക് ഇറങ്ങാനുള്ള കവാടമുണ്ട്. ആ ഗോപുരത്തിന്റെ കൽത്തൂണുകളിലും നിരവധി കൊത്തുപണികളാണുള്ളത്. ഇതാണ് പുണ്യനദിയായ പമ്പ. ഇവിടാണ് ഓണക്കാലത്ത് പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. അതുപോലെ തന്നെ ചിങ്ങമാസത്തിൽ നടക്കുന്ന വള്ളസദ്യ എന്ന നടത്തുന്നവര് തുഴച്ചിൽക്കാരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന കവാടം കൂടിയാണിത്. ഇവിടുന്ന് സ്വീകരിച്ചാണ് ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ കൽത്തൂണുകളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഊട്ടുപുര. ഇവിടാണ് വള്ളസദ്യ നടത്തുന്നത്. നേർച്ച നേരുന്ന ഭക്തര് ഈ തുഴച്ചിൽക്കാരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഊട്ടുപുരയിലിരുത്തി അവരാവശ്യപ്പെടുന്ന വള്ളപ്പാട്ടിനനുസരിച്ച് അവരാവശ്യപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങൾ വിളമ്പിക്കൊടുക്കുക എന്നാണ് രീതി. ഏകദേശം 64 വിഭവങ്ങൾ ഈ വള്ളസദ്യയിൽ വിളമ്പുന്നുണ്ട്. ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള ഒരു ഐതിഹ്യമാണ് ഇതിന് വള്ളസദ്യക്കുള്ളത്. ഇവിടെ ശബരിമല സീസണിലൊക്കെ വൻ തിരക്കാണ്. അയ്യപ്പന്മാരെല്ലാം ഇവിടെ നിന്നാണ് പലപ്പോഴും കെട്ടുമുറുക്കി പോകാറുള്ളത്. സ്വർണ്ണ തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇവിടെ നിന്നാണ് പോകുന്നത്. തിരുവാഭരണം ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ കാരുണ്യമുണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.